ഹായ് ഗൈസ്, എല്ലാവരും തംബ്ലൈന് കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് കയറിയവരായിരിക്കും. അത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. വൈ ഐ ആം നോട്ട് പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ടായിരിക്കില്ല നിങ്ങൾ ഫെയിൽ ആകുന്നുണ്ടാകുക, നിങ്ങളുടെ സൈക്കോളജി കൊണ്ടായിരിക്കും നിങ്ങൾ ഫെയിൽ ആകുന്നുണ്ടാകുക. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സ്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 വീക്കായിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ട്രേഡും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വീക്കിൽ ഞാൻ കഴിഞ്ഞ വീക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രോഫിറ്റ് തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് ചെറിയൊരു പ്രോഫിറ്റിലായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീക്ക് ഞാൻ കുറച്ച് ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ റൂൾസിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ട്രേഡ് എടുത്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പലരും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ചിന്തിക്കൂടി ചെയ്യില്ല, അത് അവോയ്ഡ് ചെയ്ത് വിടും അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ട്രേഡ് എടുക്കുമ്പോഴും അതിനെക്കുറിച്ചിട്ട് ജേർണൽ ചെയ്ത് വെക്കുക. ഓക്കെ, ആരും നോട്ട് ചെയ്ത് വെക്കുന്നില്ല ഒരു ട്രേഡ് എടുക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ സമയത്ത് ചൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ എന്നല്ല നിങ്ങൾ ജേർണൽ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുത്ത് വിട്ടു, അതായത് നിങ്ങൾ റാൻഡംനെസ്സിൽ പോയിട്ട് ട്രേഡ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഓരോ ട്രേഡും റാൻഡമായിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോബിലിറ്റിയും നിങ്ങളുടെ ട്രേഡിങ് സ്കില്ലും നിങ്ങളുടെ ഇമോഷനും സൈക്കോളജി എല്ലാം നിങ്ങൾ കളയാണ് ചെയ്യുക അല്ലേ. നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താണോ സെറ്റപ്പുള്ളത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എന്താണോ മാർക്കറ്റിൽ നോക്കണേ ആ സംഭവം മാത്രം വന്നാൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, പക്ഷെ അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രോഫിറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രേഡറിന് ലൂസിങ് സ്ട്രീക്ക് ഉണ്ടാവും, ലോ സ്ട്രീക്ക് ഉണ്ടാവും, അതേപോലെ പ്രോഫിറ്റ് നല്ല ഹൈ വരും, ലോ ലെവലിൽ പോവും. ഈ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ സാലറി കിട്ടുന്ന പോലെ തന്നെ എല്ലാ മാസവും പൈസ കിട്ടി പോകുന്ന ഇത് ഞാൻ പറയുന്നില്ല. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീക്കിൽ എടുത്തിട്ടുള്ള കുറച്ച് ട്രേഡ്സിനെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീക്കിൽ ആകെ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 3 ട്രേഡിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അതിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് എൻ്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. എന്നാൽ പോലും ഞാൻ വലിയ ലോസോ കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ ഞാൻ വീണ്ടും ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ ഇമോഷൻ ബേസ് ആയിരുന്നു ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കഴിഞ്ഞ വീക്കിൽ എടുത്തൊരു ട്രേഡ്സ്, അതേപോലെ ഞാൻ പറയുന്നുണ്ട് കഴിഞ്ഞ വീക്ക് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റിലാണ്. നമുക്ക് ആ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എന്തായാലും ജേർണൽ ചെയ്യുക. ഓരോ ട്രേഡ് എടുക്കുന്നു, ഓരോ ട്രേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡറെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ് ട്രേഡ്, അതാണ് ഒരു ട്രേഡറെ കൊണ്ട് സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് പ്രോഫിറ്റോ ലോസോ അല്ല. ഗുഡ് ട്രേഡ്, ഒരു നല്ലൊരു ട്രേഡ് എടുത്ത് നോക്കുക. ഇത്ര കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ. ക്ലിയർ? അത് പ്രോഫിറ്റ് ആണോ ലോസോ എന്നല്ല, നിങ്ങളൊരു നല്ലൊരു സെറ്റപ്പ് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു, ഇതേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്കം എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ജേർണൽ ചെയ്ത് വെക്കുക. ഞാനിപ്പം ജേർണൽ ചെയ്യുന്നതുകൊണ്ട്, അതേപോലെ എൻ്റെ ട്രെയിൻ സെറ്റപ്പ് നോക്കിയോണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. എല്ലാ സമയത്തും ഇപ്പം നിങ്ങൾ സെറ്റപ്പ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ സെറ്റപ്പിൽ തന്നെ ആയിരിക്കും എൻ്റർ ചെയ്യുന്നുണ്ടാകുക. ചില സമയത്ത് നിങ്ങൾക്ക് സൈക്കോളജിക്കലി ഇമോഷണലി എഫക്റ്റ് ആയിട്ട് അഗ്രസീവ്നെസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അഗ്രസീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് കാണുകയാണ്, നിങ്ങളത് ഫോമേഷൻ തന്നെ ബേസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ സെറ്റപ്പിന് വർക്കൗട്ട് ആകും, നല്ല പ്രോഫിറ്റ് കിട്ടുന്ന വെച്ച് സഡൻ ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. ഇതിനെല്ലാം അഗ്രസീവ്നെസ് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീക്കിലെ ട്രേഡ്സ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ്. സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം, ഞാൻ കാണുന്ന ഒരു നിർബന്ധവും പറയില്ല. വേണമെങ്കിൽ വീഡിയോ കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പീഡായിട്ട് കാണാം, എങ്ങനെ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ട്രേഡ്സും എൻ്റെ വ്യൂസും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുന്നത്തെ വീക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊരു ഇൻവേർഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് അപ്സൈഡിലേക്ക് ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഏരിയാസിലേക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കാണാൻ ഒരു ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വീക്കിലി വ്യൂ ഉണ്ടായിരുന്നത്. വീക്കിലി എനിക്കൊരു പ്ലേ ബയാസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുള്ളിഷ് തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും ബുള്ളിഷ് വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഡെയിലിയിലേക്ക് പോവാം. ഡെയിലിയിലെ പ്ലേ നോക്കലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്ലേ ആയിരുന്നു. നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയാസിലേക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ വീക്ക്ലി ബയാസ് എന്ന് വെച്ചാൽ അപ്സൈഡിലേക്കായിരുന്നു. അതേപോലെ തന്നെ ഡെയിലി നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ഗ്യാപ്പും കൂടി ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പും കൂടി നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരുന്നു എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേ ഔട്ട് ആയിട്ടില്ലേ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എയിം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അതേപോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്രേസ്മെന്റ് വരുത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ ഡൗൺ സൈഡിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് പോലെയാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. റീടച്ച് തരാതെയാണ് അപ്സൈഡിലേക്ക് പോയിട്ടുള്ളത്. നല്ലൊരു മൊമെന്റം നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഹൈൻ്റെ മുകളിൽ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ മുകളിലേക്ക് നമുക്ക് ഒരു റണ്ണ് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു പ്ലേ ഔട്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ഈ ഒരു ഹൈ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം ഒരു റിട്രേസ്മെന്റ് വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഒരു എന്താ പറയുക, ഈ ഒരു ലോ നോക്കലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇതിന്റെ താഴോട്ട് പോകുന്നതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു 50% ഏരിയയിലെത്തി ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടവർക്ക് മനസ്സിലാവും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് തട്ടിയിട്ടാണ് പ്രൈസ് അപ്സൈഡിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഇന്റേണൽ എടുത്തതിന് ശേഷം എക്സ്റ്റേണലിലേക്കാണ് ഇനി മാർക്കറ്റ് പോകുന്നത്. ക്ലിയർ? ഇന്റേണൽ എന്താ എക്സ്റ്റേണൽ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള വ്യൂ എന്ന് വെച്ചാൽ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്നതാണ് വ്യൂ ഉള്ളത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോകാൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടൈം ഫ്രെയിം നോക്കുന്നില്ല. 1 ഹവറിലേക്ക് പോയിട്ട് ഏതൊക്കെയാണ് ആ ട്രേഡ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് മൺഡേ ഓപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു എന്താ പറയുക ഗ്യാപ് ഡൗൺ ആയിട്ടായിരുന്നു പ്രൈസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ആയി അപ്സൈഡിലേക്ക് പോവാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹൈ ക്രിയേറ്റ് ആയി പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയാസിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയാസിൽ പ്രീവിയസ് വീക്ക് ഹൈ ഉണ്ടായിരുന്നു അല്ലേ, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഇവിടെ വേറെ PDR കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ എൻ്റെ ഒരു ഡെയിലി ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ 5 മിനിറ്റ്സിലേക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൺഡേ എങ്ങനെയാണ് പ്ലേ ചെയ്തിട്ടില്ലെന്ന് നോക്കാം. എനിക്ക് മൺഡേ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സെറ്റപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബേസിൽ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് വർക്കൗട്ട് ആയെന്ന് നോക്കാം. ഈ ഒരു ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഡബിൾ ബോട്ടം കാണുന്നുണ്ട്, ഡബിൾ ടോപ്പ് കാണുന്നുണ്ട്, ഡബിൾ ടോപ്പ് ഒരു ഈക്വൽ ഹൈ പോലെ ഇവിടെ കാണുന്നുണ്ട്. ഇത് ഞാൻ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോ സീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോയുടെ പ്രത്യേകത എന്താണ്, ഇതൊരു ഏഷ്യൻ ലോ ആണ് അല്ലേ. ഏഷ്യൻ്റെ ലോ സീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏഷ്യൻ ലോ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഏഷ്യൻ ലോക്ക് ശേഷം നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ലെവലിൽ നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഓപ്പൺ മിറ്റിഗേഷൻ ഞാൻ എൻട്രി ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഈക്വൽ ഹൈ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 1:2 ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഞാൻ എൻ്റെ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാ ട്രേഡ്സും ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡ്സും ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ലേറ്റ് ആയിട്ട് ഒരു കുറച്ച് എൻട്രി എടുത്ത ആ ടൈം ആയിരിക്കാൻ ചെയ്യുന്നുണ്ടാകുക. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാനും കാര്യങ്ങളും, അതായത് എൻ്റെ ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊരിക്കലും ഞാൻ ടിപ്സ് കൊടുക്കുന്നു അങ്ങനെ ഒരു കാര്യമല്ല നോക്കണം. ഞാൻ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് ആ സെറ്റപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് മൺഡേ കിട്ടി. എനിക്ക് 1:2 നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹൈ ലെവലിലുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് നമ്മളെ പ്ലാൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്ന് ഡാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയാസ്, അതായത് നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച നോക്കുന്ന സമയത്ത് പ്രൈസ് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചോപ്പി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. പ്രൈസ് ചോപ്പി ആയിട്ടായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ദിവസം ട്രേഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റീസൺ ഒന്ന് പറഞ്ഞിടാം. ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസ്കോഡിൽ. ഞാൻ ഈ ഒരു ഏരിയാസിൽ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ലോ ഡൗൺ സൈഡിൽ സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏഷ്യ എങ്ങനെയാണോ പ്ലേ ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഏഷ്യ എങ്ങനെയാണോ ഒരു വീക്കിൽ പ്ലേ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ തിങ്കളാഴ്ച എങ്ങനെയാണ് ഏഷ്യ പ്ലേ ചെയ്യുന്നത് നോക്കുക, അതേപോലെ തന്നെ ചൊവ്വാഴ്ച എങ്ങനെയാണ് ഏഷ്യ പ്ലേ ചെയ്യുന്നത് നോക്കുക. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള 3 ദിവസവും ഏഷ്യയുടെ ഏകദേശം പ്ലേ അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഏഷ്യ ഒരു സ്വീപ്പ് കിട്ടി ഷിഫ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു എന്താ പറയുക ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണായിട്ടായിരുന്നു അപ്സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ നല്ല ഷിഫ്റ്റ് കിട്ടിനെ. പക്ഷേ 5 o'clock ശേഷമാണ് എൻട്രീസോ കാര്യങ്ങളോ നോക്കിയില്ല. പിന്നെ ന്യൂ ഇയർ ടൈമിൻ്റെ കിൽ സോണിൻ്റെ സമയത്ത് ഡൗൺ സൈഡിലേക്ക് ഒന്നൊരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഏരിയയിൽ ഷോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഷോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോൻ്റെ കുറച്ച് താഴോട്ടേക്ക് പോകുന്നതായിരുന്നു, ഈ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ, അതായത് ഞാൻ ഈ ഒരു മൂവ്മെൻറ്റിൽ തന്നെ ടാപ്പ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അതേപോലെ തന്നെ ലിക്വിഡിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. പക്ഷേ പ്രൈസ് ഈ ഒരു ലോ സ്വീപ്പ് ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഓർഡറും കാര്യങ്ങളും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് വീണ്ടും ഹൈയിലേക്ക് വന്നിട്ട് ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്തു. അതേപോലെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ സ്വിംഗ് ഹൈൻ്റെ മുകളിലാണ് വരുന്നത്. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ടാർഗറ്റും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൺഡേ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷേ ചൊവ്വാഴ്ച ഒരു ട്രേഡോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തു, കാരണം വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഷോപ്പിനെസ് ആണ് ഉള്ളത്. എനിക്ക് വ്യൂസും കാര്യങ്ങളും എൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഇതെൻ്റെ ഒരു സെറ്റപ്പ് ആയിരുന്നു, കറക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പ് കാണിച്ചതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തു. ഇവിടെ എൻ്റെ സെറ്റപ്പ് ക്ലിയർ ആയി വന്നില്ല, അതുകൊണ്ട് ഞാൻ ഓർഡറും കാര്യങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു. ആ ദിവസം എനിക്ക് ട്രേഡോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നമ്മൾ വെനസ്ഡേ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഈക്വൽ ഹൈ സെൽ ഉണ്ട്, സ്വീപ്പ് ഔട്ട് ചെയ്ത് ഡൗൺ സൈഡ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും, പക്ഷേ ട്രേഡ് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഷോർട്ട് ടേം ആയിട്ട് വേണമെങ്കിൽ നോക്കാം. ഈ ഒരു ഏരിയാസിൽ നല്ല രീതിയിലുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ കണ്ടാവും. ഇവിടെ നല്ല രീതിയിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിലാണെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക അല്ലേ. ഈക്വൽ ഹൈസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു എങ്ങനെയാണ് ട്രേഡ് എടുക്കാന്നുള്ള രീതിയിൽ നോക്കിയിരുന്നു. അതിന് ശേഷം നമുക്ക് ന്യൂയോർക്കിലേക്ക് വരുന്ന സമയത്ത് ന്യൂയോർക്കിൽ ഒറ്റ സെക്കൻഡ് ഒന്ന് മാർക്കറ്റ് ഓക്കെ ന്യൂയോർക്കിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്വീപ്പ് ഔട്ട് കിട്ടിയതിന് ശേഷം നല്ലൊരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു ഷിഫ്റ്റാണ് ഈ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. നമുക്ക് ഇങ്ങനെ ഞാൻ ബാർ പ്ലേ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ നോക്കലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഈ ഒരു ഏരിയയിൽ നോക്കാം. നല്ലൊരു ഷിഫ്റ്റ് അല്ലേ, അപ്പ് സൈഡിലേക്ക് പോകുന്നു, ലിക്വിഡിറ്റി എടുക്കുന്നു. ഈ ഏരിയയിൽ നല്ല രീതിയിൽ ഡൗൺ ക്ലോസർ വന്ന് ക്യാൻഡിൽ കിട്ടുന്നു. ഞാൻ അതിന് ശേഷം എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത്. ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കളറൊന്ന് റെഡിലേക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഓപ്പൺ എൻട്രി ചെയ്തു. അതേപോലെ സ്റ്റോപ്പ് ലോസ് ഞാൻ എപ്പോഴും വെക്കാറുള്ള പോലെ തന്നെ സ്വിംഗ് ഹൈൻ്റെ മുകളിലോട്ടേക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ ഒരു ഹൈയിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലോ ആയിരുന്നു ഞാൻ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ പ്ലേ ഔട്ട് ചെയ്തു. ഈ ഒരു ഹൈ എല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രേഡ്. ഞാനൊന്നുമില്ല, ഞാൻ എൻ്റെ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ എന്ന രീതി വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് പ്രൈസ് റിജക്റ്റ് ആയിട്ട് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാം. റിജക്റ്റ് ആയി ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ഏരിയാസ്, ഈ ഒരു ടാപ്പ് ഉണ്ട്, അതിന് ശേഷമുള്ള റിവേഴ്സ് ഇല്ലേ, ഈ ഒരു റിവേഴ്സിൽ ഞാൻ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിവേഴ്സിൽ വന്ന ഏരിയ, ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ റിവേഴ്സ് വന്ന ഈ പോയിന്റ് നമുക്ക് നോക്കുന്ന സമയത്ത് ഞാനിവിടെ ഓപ്പണിംഗ് മാർക്ക് ചെയ്യാം. താഴെ നോക്കുന്ന സമയത്ത് 00 ടൈമിംഗ് ആണെന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ ഓപ്പണിംഗ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ അപ്പ് സൈഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇവിടെ ടാപ്പ് ആയിട്ടാണ് റിവേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഓൾറെഡി മാർക്കറ്റ് നല്ല രീതിയിൽ ചോപ്പ് ആയിട്ടാണ് പ്രൈസ് ഹൈ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് ടൈം നോക്കുന്ന സമയത്ത് ന്യൂയോർക്കിൻ്റെ കിൽ സോണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ലണ്ടൻ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈസ് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എനിക്കൊരു $2-3 സംതിങ് ലോസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു പോയിന്റിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡും കാര്യങ്ങൾ എങ്ങനെ എക്സിറ്റ് ചെയ്തത് ഞാൻ നമ്മുടെ ഡിസ്കോഡിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് കാണാവുന്നതാണ്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പം ബുധനാഴ്ച നമുക്ക് ചൊവ്വാഴ്ച ട്രേഡിലായിരുന്നു, നമുക്ക് ബുധനാഴ്ച നോക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഈവൻ ട്രേഡ് ആയിരുന്നു. മാർക്കറ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും വലിയൊരു ഹൈ പ്രോബിലിറ്റി ട്രേഡ് എല്ലാം കിട്ടേണ്ട രീതിയിലുള്ള ഒരു മാർക്കറ്റ് അല്ല ഉണ്ടായിരുന്നത്. നല്ല ചൂപ്പായിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എൻട്രീസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ എൻട്രീസ് എല്ലാം കാണാനാണ് ഇതേപോലെ ഒരു ചോപ്പിയായിട്ടുള്ള ഒരു എൻട്രീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ഏരിയാസിലെല്ലാം എൻട്രി നോക്കായിരുന്നു. പക്ഷേ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതെല്ലാം നമ്മുടെ എന്താ പറയുക ലഞ്ച് ടൈം വന്ന് എൻട്രി ആണ്. ഞാൻ ഈ ടൈം ഒന്നും എൻട്രി എടുക്കാറില്ല. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ മാത്രമേ എൻട്രി എടുക്കാറുള്ളൂ. അറിയാം നിങ്ങൾക്ക്, ഞാൻ ലണ്ടൻ കിൽ സോണിലും ന്യൂയോർക്ക് കിൽ സോണിലും മാത്രമേ ട്രേഡും കാര്യങ്ങളും ഞാൻ പ്ലേസ് ചെയ്യാറുള്ളൂ. അതേപോലെ നമുക്ക് ബുധനാഴ്ച കഴിഞ്ഞു. വ്യാഴാഴ്ച നോക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ഞാൻ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ലൊരു സെറ്റപ്പ് പ്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ലോ സ്വീപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഒന്ന് ഇതിൻ്റെ കട്ട് കൊടുക്കട്ടെ. ഓക്കെ, ഈ ലൈനും നമുക്ക് ആവശ്യമില്ല, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാം, കൺഫ്യൂസ് ആണ്ട. ഓക്കെ, ഈ ഒരു ലോ സ്വീപ്പ് ഔട്ട് ചെയ്ത സമയത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്വീപ്പ് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്ത സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഡാർക്ക് കളറിൽ നമ്മൾ നല്ലൊരു രീതിയിൽ ഏരിയയിൽ ഡ്രോ ചെയ്ത ഏരിയ ഉണ്ടല്ലോ, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഏരിയ ആയിരുന്നു അല്ലേ. നമ്മൾ ഈ ഒരു ബൈ സൈഡിൽ കുറിച്ച് എടുക്കുന്ന പറഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്ത ഏരിയ ആയിരുന്നു. ഞാൻ അത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വരെയെല്ലാം നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഞാൻ ഈ ഒരു ഏരിയയിൽ ഒരു MSS മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഞാൻ സൂം ചെയ്ത് വെക്കാം. ഓക്കെ, സൂം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ നല്ലൊരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ എൻ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു ഞാൻ എൻ്റർ ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗൺ സൈഡ് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗൺ സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനായിരുന്നു എൻ്റെ ഐഡിയ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രൈസ് ഈ ഒരു മുകളിലുള്ള FEG ഫില്ല് ആയതിനു ശേഷം അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, ഞാൻ കുറച്ചും കൂടി അഗ്രസീവായിട്ട് എൻ്റർ നോക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക്, ഈ ഒരു ഡിസ്കൗണ്ടിലെ ഏരിയയിലേക്ക്, ഈ ഒരു ഏരിയ ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ നോക്കലാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഏരിയ ആണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം എക്സ്പെക്ടേഷൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ട്രേഡ് ആയിരുന്നു, എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ എൻട്രീസോ കാര്യങ്ങളോ ഇവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രൈസ് ഇവിടുന്ന് നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്ക് പോയി. ഇവിടെ ഒരു ബൈ സൈഡിലേക്ക് കൂടി എടുത്ത് ഡൗൺ സൈഡിലേക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ന്യൂസിൻ്റെ ടൈം ആയിരുന്നു. USDയിൽ നല്ലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, നെഗറ്റീവായിരുന്ന ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യൂറോ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്ക് പമ്പായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഏരിയാസിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതായിരുന്നു. ഞാനിത് വാച്ച് ചെയ്തൊരു ട്രേഡായിരുന്നു. ഈ ഒരു ഏരിയാസിൽ മാർക്കറ്റ് ഷിഫ്റ്റ് ആവുന്നു. പക്ഷേ ഈ ഒരു എൻട്രി എല്ലാം വന്നിട്ടുണ്ടായിരുന്ന 10 o'clock ആ സമയത്തായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ എൻട്രീസ് അവോയ്ഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, എങ്ങനെയാണ് പ്ലേ ഔട്ട് ആവുന്ന രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ട്രേഡിൽ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഏരിയാസിൽ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്ത് ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അക്കൗണ്ട്സിൽ, അതായത് പേഴ്സണൽ അക്കൗണ്ടിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ട്രേഡ്. ജസ്റ്റ് പ്ലേ എങ്ങനെയാണ് വാച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത ട്രേഡ്സ് ആയിരുന്നു. നല്ല രീതിയിൽ വർക്കൗട്ടായ ട്രേഡ് ആയിരുന്നു. പക്ഷേ ടൈമിൻ്റെ ഇഷ്യൂ കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു ടൈമിൽ എൻട്രീസോ കാര്യങ്ങളോ നോക്കാറില്ല. ഓക്കെ, എൻ്റെ ഒരു റൂൾ ഉണ്ട്, ആ റൂൾ ബേസ് മാത്രം വന്നാലേ എൻട്രി എടുക്കാറുള്ളൂ. അതും കൂടി പറഞ്ഞുതരാം. ഞാൻ ലാസ്റ്റ് എടുത്ത ഒരു ട്രേഡിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ വ്യാഴാഴ്ച നമുക്ക് ട്രേഡ്സോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ട്രേഡ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി. അതേപോലെ ഇത് നമ്മുടെ വന്നിട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം വന്നിട്ടുള്ള ആ ടൈമിലാണ്, ഒരു 10 മണിക്ക് ശേഷമാണ് ഞാൻ ട്രേഡും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവോയ്ഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ നല്ലൊരു പ്ലേ ഔട്ട് ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയാസിൽ നല്ല സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ലോ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏഷ്യൻ്റെ ലോയും ഞാൻ വാച്ച് ഔട്ട് ചെയ്തൊരു ഏരിയ ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്നതായിരുന്നു. ഇതിൻ്റെ താഴെയായിട്ട് 1 hour 4 hour FEGs ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഹൈ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നില്ല. ഈ ഒരു ഏരിയയിൽ നമുക്ക് 4 hour 1 hour FEGs ഉണ്ടായി. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഡ്രോപ്പ് ഇട്ടതിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വരും, ഈ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എടുക്കാൻ വരുന്നതാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്ലേ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷിഫ്റ്റ് കിട്ടി. ഈ ഒരു ഏരിയയിലേക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ വ്യാഴാഴ്ച പ്ലേ ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ തന്നെയാണ് വെള്ളിയാഴ്ചയും പ്ലേ ചെയ്തിട്ടുള്ളത്. ഞാൻ ആ കാര്യങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഏരിയാസിൽ നമുക്ക് ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വിക്കെല്ലാം നമുക്ക് ഇച്ചിരി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് റീ എൻട്രി ആയിട്ട് ഒരു എൻട്രീസ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പോലും റീമിറ്റിഗേറ്റ് ചെയ്യാതെയാണ് അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡും കാര്യങ്ങളൊന്നും നമ്മുടെ സെറ്റപ്പിൽ വരാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എൻട്രിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു നല്ല ട്രേഡ് മിസ്സായി. നമ്മൾ ഈ ഒരു പ്ലേ ശ്രദ്ധിക്കാം. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, ഏഷ്യൻ്റെ ലോ അപ്സൈഡിലേക്ക് പോയി. മൺഡേ എടുത്ത ട്രേഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ലിക്വിഡിറ്റി സ്വീപ്പ് ഏഷ്യ ചെയ്ത് അപ്സൈഡിലേക്ക് പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യ എങ്ങനെയാണോ ഒരു ദിവസം പ്ലേ ഔട്ട്, ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേ ഔട്ട് ചെയ്യുന്നത്, ഏകദേശം ആ ഒരു മോഡലിലാണ് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടാകുക. ആ ഒരു മോഡലായിരിക്കും പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ കണ്ടോ ആ ഒരു രീതിയിൽ സ്വീപ്പ് ഔട്ട് കിട്ടിയിട്ട് അപ്സൈഡിലേക്ക് പോയത്. ഈ ഒരു സെയിം മോഡലാണ്, ഈ ക്യാൻഡിൽ ഫോർമേഷൻ കണ്ടു, ഈ ഒരു ഓർഡർ ബ്ലോക്ക് സെയിം ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഫോർമേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? ഇത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് കുറേ നാൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കിട്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയുടെ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ ഒരു പ്ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് വീക്കിലി അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണോ പ്ലേ ഔട്ട് ചെയ്യുന്നത് എല്ലാ വീക്കിലും ഒരേപോലെ ആണെന്നില്ല, പക്ഷെ വരാൻ ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ പ്രോബിലിറ്റി ബേസ് ചെയ്ത് നമ്മളെ സെറ്റപ്പ് വരുത്തണം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും.
അപ്പോൾ എൻ്റെ സെറ്റപ്പ് ആയിരുന്നു ഇങ്ങനെയുള്ള ഒരു സ്വീപ്പിന് ശേഷം അപ്പ് സൈഡിലേക്ക് നോക്കുന്നത്, ഏഷ്യയുടെ ഹൈയോ ലോയോ സ്വീപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇവിടെ എനിക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ എൻട്രീസും കാര്യങ്ങളും ട്രിഗർ ആകാൻ പ്രൈസ് വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എൻട്രീസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരുന്നു നമ്മൾ എയിം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വെള്ളിയാഴ്ച വേറൊരു ട്രേഡ് ഉണ്ടായിരുന്നു, ആ ട്രേഡ് എങ്ങനെ എടുത്ത് നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉള്ള പോലെ തന്നെ 1 hour ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ഡ്രോ ചെയ്യാനുണ്ട്, അതും കൂടി ഒന്ന് ഡ്രോ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ട് മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് കിട്ടിയാണ്. അപ്പോൾ ഈ ഒരു ഏരിയാസിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം റീമിറ്റിഗേറ്റ് ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിതൊരു കളർ ചേഞ്ച് കൊടുക്കും, ഗ്രീനിലേക്കാട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ എക്സ്പെക്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടാകുമ്പം ഒരു ഷിഫ്റ്റ് കിട്ടലാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാമെന്നുള്ള പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 5 minutes പോയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ട്രേഡ് എടുത്തേ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയാസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പ്ലാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബൈ സൈഡിൽ കൂടി എടുക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയാസിലെ പ്ലേ നമുക്ക് വാച്ച് ഔട്ട് ചെയ്തതിന് ശേഷം 5 minutes ഞാൻ എൻട്രീസിൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാം നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേ കിട്ടി എടുക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ന്യൂസിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ ഒരു ഷോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്ലാൻ ചെയ്യാതെ എടുത്തൊരു ട്രേഡ് ആയിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള ട്രേഡ്സും കാര്യങ്ങളും പരമാവധി അവോയ്ഡ് ചെയ്ത് ഹൈ പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഞാൻ ഷോർട്ട് ട്രേഡ് ആയിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് നല്ല രീതിയിൽ ഡംപ് കിട്ടി. പക്ഷേ ഞാൻ ന്യൂസ് ഓൾറെഡി റീഡ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതായത് USDക്ക് വന്നിട്ടുള്ള ന്യൂസ് വെച്ചാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ USDയിൽ നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് ഉണ്ടോ, ഈ ഒരു ഏരിയയിൽ ഞാൻ ഓൾറെഡി ബൈ സൈഡിൽ കുറിച്ചെല്ലാം ഡ്രോ ചെയ്ത് വെച്ചാണ്. ഈ ഒരു ഏരിയാസ് കണ്ടു, ഈ ഒരു പമ്പ് കിട്ടിയാണ്ടോ, ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ഞാൻ ഓൾറെഡി ഷോർട്ട് പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ന്യൂസിൻ്റെ ബേസിൽ ഞാൻ എൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ, അതായത് അപ്സൈഡിലേക്ക് യൂറോ DXY പോകുന്ന സമയത്ത് യൂറോ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഫാളായിരിക്കും വരുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു ബേസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലാൻ്റെ ബേസിൽ ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, അതൊരു ഇമോഷണൽ ആയിട്ട് എടുത്തൊരു ഡിസിഷൻ ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രേഡും കാര്യങ്ങളും ഞാൻ എന്താ പറയുക ഡിസ്കോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്, അതേപോലെ നല്ലൊരു MSS പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു റെഡ് ആക്കാതെ ഏരിയ FEG റെഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഒരു മിറ്റിഗേഷനിൽ ഈ ഒരു ഏരിയസ് തന്നെ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എൻട്രി ഈ ഒരു ലെവലെടുത്തു. സ്റ്റോപ്പ് ലോസ് വെച്ചതിന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലായിരുന്നു സ്റ്റോപ്പ് ലോസ് ചെയ്തത്. ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ലോ ലെവലിലേക്കായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് എൻട്രീസ് ഞാൻ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡൗൺ സൈഡിലേക്ക് കിട്ടുന്നതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ DXY ഒരു പോസിറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോ നെഗറ്റീവായിട്ട് പോകാന്നുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള എൻ്റെ ഒരു തോട്ട് പ്രകാരം ഞാൻ എൻ്റർ ചെയ്തു ഈ ഒരു ഏരിയയിൽ. പക്ഷേ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻട്രി എടുത്ത ക്യാൻഡിന് ശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഡംപ് ചെയ്തായിരുന്നു. എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലും അതനുസരിച്ചിട്ട് കൂടിയായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു, ഞാൻ എൻ്റർ ചെയ്യേണ്ടത് ഏരിയയിലല്ല ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റർ ചെയ്ത ഏരിയ വളരെ റോങ് ആയിട്ട് ഏരിയ തോന്നിയിട്ട് ഞാൻ ബ്രേക്ക് ഈവനിലേക്ക് മാറ്റി. ഞാൻ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി ഹൈ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക് ഈവൻ ആണെങ്കിൽ പോലും. കാരണം വെച്ചാൽ പ്രൈസ് ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് റിവേഴ്സലും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മുകളിലോട്ടേക്കായിരുന്നു ഞാൻ എക്സലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ പ്ലാൻ ഈ ഒരു FEGയും കാര്യങ്ങളെല്ലാം ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാപ്പ് ചെയ്തു. ഈ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിൻ്റെ പ്ലാൻ്റെ ഫലമായിട്ട് ഞാനിവിടെ ട്രേഡ് എടുത്തു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഒരു റാൻഡംനെസ്ലി എടുത്ത ഒരു ട്രേഡ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള ട്രേഡ് ആയിരുന്നു. ആ ഷോർട്ട് ടേം ആയിട്ട് തോന്നിയിട്ടുള്ളൊരു തിങ്കിൻ്റെ ഇതിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് റോങ് ആയിട്ട് തോന്നിയൊരു ട്രേഡാണ്. ക്ലിയർ? ഇതെനിക്ക് മനസ്സിലാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ഏഷ്യൻ ചെറിയ റിവേഴ്സലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സെറ്റപ്പ് ബേസ് നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ ഞാൻ ഇമോഷണലി എടുത്ത ട്രേഡാണെന്ന് എനിക്ക് ചെയ്യാനുള്ള ഏത് സമയത്താണ് എനിക്ക് മനസ്സിലായത്. വീണ്ടും നമ്മൾ ഒരു ട്രേഡ് തന്നെ ഞാൻ എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു ആ കാര്യങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോരോ ട്രേഡ്സും നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു, എന്തുകൊണ്ട് ടാർഗറ്റ് അടിച്ചു, ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ട്രേഡ് എടുക്കുന്നതും നിങ്ങൾ റാൻഡായിട്ട് 50-50 പ്രോബിലിറ്റി അല്ല എടുക്കുന്നുണ്ടാവും. ഓരോ ട്രേഡിനും അതിൻ്റേതായിട്ടുള്ള ഒരു ലോജിക്ക് ഉണ്ടാവും പോകുന്നതിന്. പ്രൈസ് റാൻഡംനെസ്ലി മൂവ് ആകുന്നില്ല. മാർക്കറ്റ് തന്നെയാണ് വിജയിക്കുക, നമ്മൾ വിജയിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിലൊരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റും.
ക്ലിയർ. ഞാൻ ഈ ഒരു ഏരിയയിൽ അപ്സൈഡിലേക്ക് പോകുന്ന വിചാരിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രോബിലിറ്റിയും എൻ്റെ ഒരു എഡ്ജും ഞാനിങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായത് എൻട്രി കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്യൂജ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ റാൻഡംനെസ്സിൽ പോയിട്ട് ട്രേഡ് എടുക്കാതെ നിങ്ങളൊരു സെറ്റപ്പ് ഉണ്ടാക്കുക. എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു റാൻഡംനെസ്സിൽ പോയിട്ട് ട്രേഡ് എടുക്കാതെ ഒരു സെറ്റപ്പിൽ ട്രേഡ് എടുക്കാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിന്ന് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതായത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിന്ന് ചെയ്യാനുള്ള പ്രോബിലിറ്റി നിങ്ങൾക്ക് കൂടുതലായിരിക്കും. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഓരോരുത്തരും മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. എല്ലാ ആൾക്കാരും പ്രോഫിറ്റ് ഉണ്ടാക്കും, നിങ്ങളെല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കും. ആ പ്രോഫിറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്, അല്ലാതെ അത് വീണ്ടും മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കളയുന്നതിലല്ല കാര്യമുള്ളത്. എല്ലാ ആൾക്കാരും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം പറഞ്ഞിട്ട് പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് എല്ലാം കാണിക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. പക്ഷെ ആ പ്രോഫിറ്റ് നമ്മളെ കയ്യിൽ നിൽക്കണം. എല്ലാത്ത വർഷം വീണ്ടും നമ്മൾ ട്രേഡ് എടുത്തിട്ട് നമ്മളെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആകുന്നതിൽ കാര്യമില്ല. ക്ലിയർ. അപ്പോൾ അങ്ങനെ റാൻഡംനെസ്സിൽ പോയിട്ട് ട്രേഡ് എടുത്തുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രീസും കാര്യങ്ങളും വന്നാൽ മാത്രം എടുക്കുക. ഞാൻ ഇതൊരു പ്രോപ്പർ അല്ല എന്ന് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജേർണലിൽ എഴുതുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായത്. ഇതൊരു സെറ്റപ്പായിട്ട് എൻ്റെ ഒരു സെറ്റപ്പായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് ഈ ഒരു എൻട്രി എടുത്ത് ഞാൻ ഇമോഷണൽ ബേസ് എടുത്ത എൻട്രി ആയിരുന്നു, അഗ്രസീവ്നെസ് എൻട്രി ആയിരുന്നു, ആ ചെറിയൊരു തോട്ട് പ്രോസസിൻ്റെ ബേസിൽ എടുത്ത എൻട്രി ആയിരുന്നു. അപ്പോൾ ഓരോ ട്രേഡ് നിങ്ങൾ കറക്റ്റായിട്ട് അനാലിസ് ചെയ്യുക. അതേപോലെ തന്നെ എൻട്രീസും കാര്യങ്ങളും എടുക്കുന്നതിന് ഒരു വ്യക്തത ഉണ്ടാകുക. എപ്പോഴും നമ്മൾ എഡ്ജിൽ എടുക്കുന്ന പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് ആണെന്നുമില്ല, ലോസും വരാം, ലോസും സ്ട്രീക്ക് എല്ലാവർക്കും വരാം. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീക്കിലെ ഒരു അപ്ഡേറ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഈവൻ ട്രേഡ് ആയിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യുന്നത്. എന്നാലും ലോസ് ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, ഇതൊരു നെഗറ്റീവ് ട്രേഡ് ആയിട്ട് തന്നെ കൂട്ടാം. ഒരു 0.5% റിസ്ക് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാവുന്നതാണ്. പക്ഷേ 0.5ന് താഴെയാണ് എനിക്ക് റിസ്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു ബ്രേക്ക് ഈവൻ ട്രേഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വ്യാഴാഴ്ച നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച ഒരു പ്യുവർ ബ്രേക്ക് ഈവൻ ട്രേഡ് ആയിരുന്നു. നമുക്കിത് രണ്ടാമത്തെ ട്രേഡായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ്. പിന്നെ മൺഡേ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. മൺഡേ എടുത്ത ട്രേഡ് ഒരു 1:2 ട്രേഡായിരുന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീക്ക് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 0.5% ലെവലിലായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 0.5ന് താഴെയായിരുന്നു എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്, വളരെ ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇതൊരു 2% 1% ബ്രേക്ക് ചെയ്യാൻ വെച്ചാൽ ചെറിയൊരു ലോസേ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഏരിയയിൽ എനിക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡ് എനിക്ക് ബ്രേക്ക് ഈവനിലും കുറച്ച് കൂടുതൽ ലോസ് ഉണ്ടായിരുന്നു. ബ്രേക്ക് ഈവൻ ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി മുകളിലോട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീക്കും. വളരെ കുറച്ച് ട്രേഡ് എടുത്തുള്ളൂ. മനസ്സിലാവും നിങ്ങൾക്ക്. ഈ ഒരു ഏരിയയിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ഈ ഒരു ട്രേഡ്, പിന്നെ മൺഡേ എടുത്ത ട്രേഡ്. ഇപ്പോൾ 3 ട്രേഡായിരുന്നു ഈ വീക്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ട്രേഡിൽ ഒരു പ്രോഫിറ്റും ഒരു ബ്രേക്ക് ഈവനും 2 ബ്രേക്ക് ഈവനാണ് ഉള്ളത്. ഓക്കെ, അതാണ് ഈ വീക്കിലുള്ള അപ്ഡേറ്റ്. നമ്മൾ കഴിഞ്ഞ 3 വീക്കിൽ ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ബ്രേക്ക് ഡൗൺ അനാലിസിസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വീക്ക് ഞാൻ ചെറിയൊരു പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തത്. ബ്രേക്ക് ഈവൻ എന്നെല്ലാം പറയാൻ പറ്റുന്ന രീതിയിലാണ് എക്സിറ്റ് ചെയ്തത്. നമുക്ക് ഈ ഒരു എൻട്രീസ് എല്ലാം നമുക്ക് ഡിസ്കോഡിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എൻട്രീസും കാര്യങ്ങളും എടുക്കാം. ഡിസ്കോഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഡിസ്കോഡ് ഞാൻ മൺഡേ തൊട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളും എടുത്തു വരാം. നമുക്ക് കുറച്ച് ഇതുണ്ട് ട്രേഡ് ടോക്സ്. ഞാൻ കുറച്ച് എന്താ പറയുക ചാനൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ട്രേഡ് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാനും ആൾക്കാർ എടുക്കുന്ന ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൺഡേ എടുത്ത ട്രേഡും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. മൺഡേ ഈ ഒരു ഫോർമേഷനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു എൻട്രി എടുക്കാൻ പോകുന്നതെന്ന്. പ്രൈസ് നെക്സ്റ്റ് വന്നു, ഓപ്പണിംഗ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് അപ് സൈഡിലേക്ക് പോയി. ഒരു എക്സ്പെക്ടേഷൻ കറക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്, എന്താണ് ഓപ്പണിങ്ങുള്ള കാര്യങ്ങൾ. അതിനുശേഷം പ്രൈസ് വീണ്ടും അപ് സൈഡിലേക്ക് പോയി. ഞാൻ ഇവിടുന്ന് ഒരു പാർഷ്യൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏഷ്യൻ്റെ ഹൈയിൽ പാർഷ്യൽ ബുക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഹൈയിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്കയായിട്ടൊരു 1:2 ട്രേഡ് ആയിരുന്നു. കണ്ടോ, 1:2 ട്രേഡ്. ഞാൻ നേരത്തെ എങ്ങനെയാണ് കാണിച്ചത് ആ സെയിം വേയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുള്ളത്. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതേപോലെ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ഷോർട്ടിൻ്റെ പ്ലാനായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോ എടുക്കാത്തതുകൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്ത പ്ലാനായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഷോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ SMT പോലെയെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും ന്യൂസിൻ്റെ ടൈം ഈ ഒരു ഏരിയയിൽ നമുക്ക് USDയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു.
ഓക്കെ, ഫെച്ചർ പോളിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു റിയാക്ഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് ഡംപ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ദിസ് FEG. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രേഡ് ഫ്രൈഡേ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബുധനാഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ആയിരുന്നു. നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. നമുക്ക് കാണാം ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം സൈഡിലുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽസിലേക്കുള്ള ഒരു റൺ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലോ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമുക്ക് 5:25 PM ഒരു റെഡ് ഫോളർ ന്യൂസ് ഉണ്ടായിരുന്നു, എക്സിറ്റ് ചെയ്യാൻ പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്ക്ഡ് പാർഷ്യൽസ് ഇങ്ങനെ ഒരു ലെവൽ ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ ഞാൻ ചെറിയൊരു പോയിന്റ് പാർഷ്യൽ ബുക്ക് ചെയ്തു. എനിക്ക് ചെറിയൊരു പാർഷ്യൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് വരാണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇനി ഞാൻ ന്യൂസിൻ്റെ സമയത്ത് ഹോൾഡ് ചെയ്യുന്നത് പറഞ്ഞു, പക്ഷേ ന്യൂസിന് ഹോൾഡ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പ്രൈസ് നല്ല ചോപ്പിയായിരുന്നു. ഇങ്ങനെ കളിച്ച് പ്രൈസ് നേരെ അപ്പ് സൈഡിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞു ട്രേഡ് എക്സിറ്റ് ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. കറക്റ്റ് ഞാൻ എവിടെയാണ് എക്സിറ്റ് ചെയ്തത്, ടൈമും കാര്യങ്ങളും എനിക്കൊന്ന് മനസ്സിലാവും. 8:39, 7:20 നല്ല ടൈം നമ്മൾ ആ ട്രേഡിന് വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ 10 o'clock സമയം നിങ്ങൾക്ക് നോക്കാം. 10 o'clock ശേഷവും നമ്മൾ ട്രേഡ് നോക്കുന്നത് ലണ്ടൻ ക്ലോസിൻ്റെ ടൈം. അത് എനിക്ക് ചോപ്പ് ചെയ്യാണ്ടാണ് ഞാൻ വെറുതെ റാൻഡംനെസ്ലി പോയിട്ട് ഞാൻ ക്ലോസ് ചെയ്തില്ല. എനിക്ക് വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഓപ്പണിംഗ് ഏരിയയിൽ ഒന്ന് ടച്ച് ചെയ്ത് റിവേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അതേപോലെ ഈ ഒരു ട്രേഡ് ഇതായിരുന്നു ഞാൻ പറഞ്ഞത് പ്യുവർ ഇമോഷണൽ ബേസ്. ഇവിടെ ഞാൻ കണ്ടോ 1 hour FEG ഉണ്ടായിരുന്നു. ഡൗൺ സൈഡിൽ ഒന്ന് ടാപ്പ് ചെയ്തു. ഓപ്പണിങ്, OB കാര്യങ്ങളെല്ലാം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് പ്ലസ് OB ഈ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചാണ്. ഞാൻ വെറുതെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തതല്ല, വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചതല്ല. കാര്യങ്ങളെല്ലാം ഞാൻ മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെച്ച് അതേപോലെ ട്രേഡ് എടുക്കുന്ന സെറ്റപ്പ് ആയിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു ഞാൻ എൻട്രി നോക്കേണ്ടത്. ഒരു ഷിഫ്റ്റിന് ശേഷം. പക്ഷേ ഞാൻ ഈ ഒരു FEG ഷോർട്ട് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ കാണാൻ പറ്റും നല്ലൊരു റിവേഴ്സൽ കിട്ടിയിട്ടുള്ളത്. ആരാലും ഈ ഒരു കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഡൗൺ സൈഡിലേക്ക് പോകുന്നൊരു ട്രേഡ് ആണെന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ SL ബ്രേക്ക് ഈവൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG ഉണ്ട്, ഇതൊരു പ്രൊട്ടക്റ്റഡ് ലോ ആകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് SL ബ്രേക്ക് ഈവൻ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ SL അടിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ബ്രേക്ക് ഈവൻ അല്ല, അതിന് കുറച്ചും കൂടി മുകളിലോട്ടേക്കായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലോസ് ട്രേഡ് തന്നെ നമുക്ക് പറയാൻ വരുന്ന ഒരു ട്രേഡായിരുന്നു. അതിനുശേഷം പ്രൈസ് റിവേഴ്സ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോയിട്ട് സ്റ്റോപ്പ് ലൂസ് അടിക്കാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഷിഫ്റ്റിന് ശേഷം എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പ് സൈഡിലേക്ക് 10 o'clock ആയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വെയിറ്റ് ചെയ്തെടുക്കേണ്ട ട്രേഡായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ അപ്പ് സൈഡിലേക്കായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സെൽ സൈഡിൽ കൊടുത്തി FEG എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്കുള്ളൊരു ലെവലിലേക്കായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പ്യൂർലി നമുക്കൊരു ന്യൂസിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് എൻ്റെ ആ സമയത്തുള്ള തോട്ട് പ്രോസസ് മാറി ഞാൻ എടുത്ത ഒരു ട്രേഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ നിങ്ങൾ പ്യുവറായിട്ട് എന്ത് ചെയ്യുക, ജേണൽ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ഡിസ്കോഡിൽ ചേരാവുന്നതാണ്. അതേപോലെ വലിയ ആക്റ്റീവ് ഒന്നല്ല, ഞാൻ ജസ്റ്റ് ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇടും. ഓരോ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ബിൽഡ് ആകുന്നേ ഉള്ളൂ, ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതിലായിരിക്കും ഞാൻ ട്രേഡും കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ടാകാം. അതേപോലെ തന്നെ വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മളെങ്ങനെയാണ് വ്യൂസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയെല്ലാം ന്യൂസും കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നു, ആ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഈ ഒരു ഡിസ്കോഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടാകുക. അതേപോലെ തന്നെ ന്യൂസിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മോട്ടിവേഷൻ എല്ലാം പറഞ്ഞിട്ട് ഓരോ സെക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാം, ഒരു ഫണ്ണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് വരുന്ന സമയത്ത് ട്രേഡിങ്ങിൻ്റെ മാത്രമല്ലാതെ തന്നെ വേറെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിങ് മാത്രമല്ല കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ഒരു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നൊരു ഡിസ്കോഡായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ വരാവുന്നതാണ്. ഇതേപോലെ പോസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അനീഷ് പാലക്കാട് കണ്ട ഇങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങൾ ഓരോരുത്തർ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളെന്തായാലും എനിക്ക് മെയിനായിട്ട് പറയാൻ വെച്ചാൽ നിങ്ങൾ ജേണൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ തെറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ട്രേഡിങ് സ്കില്ലും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യലാണ്. കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും. ഓക്കെ, ബൈ.